ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ അങ്ങനെ മഴക്കാലമൊക്കെ എത്തിയിട്ടുണ്ടല്ലേ. അപ്പോൾ മഴക്കാലത്ത് നമുക്ക് എന്തെല്ലാം ചെടികൾ വെക്കാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് അതിന് എന്തെല്ലാം രോഗങ്ങളാണ് ബാധിക്കുക എന്നുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് പറയുന്ന ഒന്നാണല്ലേ, നമ്മൾ എന്ത് വെച്ചാലും മഴക്കാലത്ത് നല്ലോണം പിടിച്ച് കിട്ടും എന്നൊക്കെ. പക്ഷെ അതൊരു കാര്യം ശരിയാണെങ്കിലും മറുഭാഗത്ത് മഴക്കാലത്ത് നമുക്ക് ഒരുപാട് രോഗങ്ങൾ, അതായത് നമ്മുടെ ചെടികളെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങൾ വരാനും അത് പെട്ടെന്ന് തന്നെ കേടുവന്ന് പോകാനും വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് എല്ലാ കൃഷിയും ചെയ്യുന്നത് അത്ര അനുയോജ്യമല്ല. അതേപോലെ തന്നെ നമുക്ക് രോഗങ്ങളെ തടയാൻ വേണ്ടി നമ്മൾ നേരത്തെ എന്തെല്ലാം ചെയ്ത് വെക്കണം എന്നുള്ളതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കൃഷിയാണ് കേട്ടോ നമുക്ക് വെണ്ടയ്ക്ക നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന, മഴക്കാലത്താണെങ്കിലും അനുയോജ്യമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാടൻ വെണ്ടയ്ക്ക തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെ അടുത്ത് നമുക്ക് നമുക്ക് വള്ളിപ്പയറാണ് ഏറ്റവും നന്നായിട്ട് മഴക്കാലത്ത് പിടിക്കുക. കുറ്റിപ്പയറേക്കാളും കൂടുതലും നമുക്ക് വള്ളിപ്പയറാണ് മഴക്കാലത്ത് നന്നായി പിടിച്ച് കിട്ടുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചീര ഏറ്റവും നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ ഇതുപോലെ ഒരുപാട് കീടങ്ങളുടെ പ്രശ്നങ്ങൾ വരാറുണ്ട് കേട്ടോ. ചീരയ്ക്ക് മാത്രമല്ല, പച്ചമുളക്, അതേപോലെ തക്കാളി, ഇതൊക്കെ നമുക്ക് മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ കൃത്യമായ സമയത്ത് നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യത്തോടെ ചെടി കിട്ടുള്ളൂ. ഇപ്പോൾ ഇതെൻ്റെ ഒരു കയ്പയ്ക്ക് ഞാനിതിൽ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാലം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മഴ തുടങ്ങിയപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഇല ഊറ്റി കുടിക്കുന്ന ഒരു മഞ്ഞ കളറിലുള്ള ഒരു പ്രാണി വന്നിട്ട് അതിൻ്റെ ഇലയെല്ലാം ഊറ്റി കുടിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഞാൻ ചെയ്തത് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതേപോലെ പയറും കാര്യങ്ങളെല്ലാം നമുക്ക് മഴക്കാലത്ത് നട്ട് വയ്ക്കാം. പക്ഷെ നമ്മൾ ഗ്രോ ബാഗിലാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ മണ്ണിലൊക്കെ നടുകയാണെന്ന് വെച്ചാൽ നല്ലോണം മണ്ണ് കൂട്ടിക്കൊടുത്ത് വെള്ളം കെട്ടി നിർത്താതെ തന്നെ നമ്മൾ ചെയ്യണം. നമ്മളിതുപോലെ പയർ ഇതുപോലെ നമുക്ക് മഴക്കാലത്തൊക്കെ നല്ലോണം നമുക്ക് വിളകൾ കിട്ടുന്ന ഒന്നാണ് കേട്ടോ പയർ. അതുപോലെ നമുക്ക് പടവളങ്ങ, വെള്ളിരിക്ക, ഇതെല്ലാം നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഓണസമയം ആകുമ്പോഴേക്കും നമുക്കിതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമുക്ക് കുക്കുമ്പറും ഒക്കെ നമുക്കിതുപോലെ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ ചീരയും ചെയ്യാൻ പറ്റും. പക്ഷേ പല രോഗങ്ങളും വരും. നമ്മളത് ഇടയ്ക്ക് നമുക്കൊരു ആഴ്ചയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ നടാത്ത ആൾക്കാരാണ് വെച്ചാൽ ഇപ്പോഴും ഒട്ടും വൈകിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നട്ട് വെക്കുകയാണ് വെച്ചാൽ നമുക്ക് ഓണസമയം ആകുമ്പോഴേക്കും നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മഴക്കാലത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് കയ്പയ്ക്കയാണ്. അപ്പോൾ കയ്പയ്ക്കയിലും ഞാൻ പോലെ 10 ദിവസം ആകുമ്പോഴേക്കും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം മഴ പിടിച്ചപ്പോൾ ഞാൻ കുറച്ച് ദിവസം ചെയ്യാൻ വിട്ടത് കൊണ്ടാണ് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ചെടിക്ക് വന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ മഴക്കാലം അല്ലേ, നമുക്ക് വെള്ളം ഒന്നും കൊടുക്കേണ്ട, ചെടികളുടെ കാര്യം ശ്രദ്ധിക്കേണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ് നമുക്ക് മഴക്കാലത്ത് കേട്ടോ. പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന ഒരു ടൈമാണ്. നമുക്ക് വേനൽക്കാലത്ത് പെട്ടെന്ന് രോഗങ്ങൾ വരില്ല. നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെയിലില്ലാത്ത സ്ഥലത്ത് നമ്മൾ സംരക്ഷിച്ച് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലത്തെ തക്കാളി ആണെങ്കിലും തന്നെ പെട്ടെന്ന് കേടുവന്ന് പോവും. അതിൻ്റെ വെള്ളം കൂടുമ്പോൾ അതിൻ്റെ വേര് ചീഞ്ഞു പോകാനും അതുപോലെ തന്നെ പല രോഗങ്ങളും തക്കാളി ചെടിയിൽ വരാൻ വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ മഴക്കാലത്ത് അത്രയും കെയർ കൊടുത്താൽ മാത്രമേ നമുക്ക് തക്കാളി വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ ഞാൻ ആഴ്ചയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് വേണ്ടി നല്ലോണം ആരോഗ്യത്തോടെ വരാൻ തുടങ്ങിയത് കേട്ടോ. മഴക്കാലത്ത് നമുക്ക് പെട്ടെന്ന് വളരാത്തതും പെട്ടെന്ന് ചീത്തയായി പോകുന്നതും ആയിട്ടുള്ളതാണ് കാബേജ്, കോളിഫ്ലവർ, അങ്ങനെ മണ്ണോട് ചേർന്ന് നിൽക്കുന്ന പച്ചക്കറികൾ നമുക്ക് മഴക്കാലത്ത് പെട്ടെന്ന് വളർന്ന് പിടിക്കില്ല. കാരണം അത് നമുക്ക് വെള്ളം ഒരുപാട് മഴ പെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് ചീഞ്ഞ് കേടുവരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കഴിയുന്നതും ആരും ചെയ്യാതെ നോക്കുക, അല്ലെങ്കിൽ അത്രത്തോളം ഹൈറ്റിൽ വെച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്യൂഡോമോണസ് ഒരു 20 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം, പിന്നെ അതുപോലെ നീം ഓയിലാണ് കേട്ടോ. അപ്പോൾ നീം ഓയിലും അല്പം സോഡാപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിക്കേണ്ട ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മഴയുള്ള സമയത്ത് നമ്മളിത് ചെയ്യരുത്. മഴയില്ലാത്ത സമയത്ത് വേണം ചെയ്യാൻ. എന്നാൽ മാത്രമേ നല്ലത് എഫക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നീം ഓയിൽ തേക്കുമ്പോഴാണ് ആ ഇലകളിൽ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന സ്പ്രേ കറക്റ്റായി പറ്റി പിടിച്ചിരിക്കുകയും അതുപോലെ അസുഖങ്ങളൊക്കെ മാറാൻ പെട്ടെന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ.
അപ്പോൾ നമുക്കിതുപോലെ ചീരയിലൊക്കെ ഇതുപോലെ ഓരോ അസുഖങ്ങൾ വരികയാണ് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ചെയ്യണം. ഇല്ല വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇലകൾ കേടുവന്ന് പോകാൻ കൂടുതൽ ചാൻസാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇലകളിൽ ഒരു പ്രശ്നം ഇല്ലെങ്കിലും നമ്മൾ ഈ ആഴ്ചയിൽ നമ്മളിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം, ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മൾ രോഗങ്ങൾ വന്നിട്ട് നമ്മൾ ചെയ്യുന്നേക്കാളും നല്ലത് നമ്മളിത് നേരത്തെ ഇത് ചെയ്യുകയാണ് വെച്ചാൽ ഒരു രോഗങ്ങളും ഇല്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ചെടി വളരും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതിൽ ഇലകളൊക്കെ ഊറ്റി കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വെള്ളീച്ച, അതുപോലെ ഇല ചുരുളൻ രോഗങ്ങൾ, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ നമുക്ക് മഴക്കാലത്ത് വരാറുണ്ട് കേട്ടോ. അതുപോലെ ഫംഗൽ ഇൻഫെക്ഷനും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ മസ്റ്റായിട്ടും എൻ്റെ പച്ചക്കറികൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടിരിക്കേണ്ട. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നവർ മസ്റ്റായിട്ട് ഈ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കാരണം കൂടുതലും അസുഖങ്ങൾ ഇനി മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ ഡ്രൈനേജും കൂടെ നമുക്ക് വെള്ളം ഒരിക്കലും കെട്ടി നിർത്തുമ്പോഴും അതിനും ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വഴുതനങ്ങ ഏറ്റവും നല്ല മഴക്കാലത്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു കൃഷിയാണ് കേട്ടോ. പക്ഷേ നമുക്കിതുപോലെ ഇലകളിൽ നമുക്ക് ഈ വെള്ളീച്ച എന്നൊക്കെ പറയുന്ന ഓരോ രോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ വന്ന് കിട്ടി വെച്ചാൽ അത് പോകാൻ ഒരുപാട് പാടാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ ഏകദേശം ഒരാഴ്ച ആകുമ്പോഴേക്കും തന്നെ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പച്ചക്കറിക്ക് മാത്രമല്ല പൂക്കൾക്കാണെങ്കിലും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ സ്യൂഡോമോണസ് അല്ലെങ്കിൽ നീം ഓയിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വേപ്പിൻ്റെ ഇലയും ഇല്ലെങ്കിൽ തുളസിയുടെ ഇലയൊക്കെ അരച്ചിട്ട് നമ്മളിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വെച്ചാലും ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, വെള്ളീച്ച, അതിന് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അതിനൊക്കെ നല്ലൊരു സൊല്യൂഷൻ ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ നമുക്ക് വെളുത്തുള്ളിയുടെ അല്ലി, അതുപോലെ തന്നെ തുളസി, വേപ്പിൻ്റെ ഇല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് നന്നായി അരച്ചിട്ട് നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വെച്ചാൽ നമുക്ക് ഇതേപോലെയുള്ള നല്ലൊരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അതുപോലെ നമുക്കിത് വഴുതനങ്ങയൊക്കെ മഴക്കാലത്ത് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് നമുക്ക് മണ്ണിനടിയിൽ ഉണ്ടാവുന്ന ഉള്ളി, അതുപോലെ ഉരുളക്കിഴങ്ങ് എല്ലാം ചെയ്യണത് നല്ലോണം വരും. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് വെള്ളം ഒരുപാട് കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഒരിക്കലും ചെയ്യാതെ നന്നായി പൊക്കി വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുകൊണ്ട് ചീര, വെണ്ടയ്ക്ക, ഇതൊക്കെ നമുക്ക് മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയ നല്ല ഒരു കൃഷി തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതുപോലെ ഓരോരോ രോഗങ്ങൾ വരുമ്പോൾ നമ്മളത് മുൻകൂട്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സംശയമുള്ളവരൊക്കെ ഒന്ന് കയറി നോക്കുക. അപ്പോൾ അതുമാത്രമല്ല ഞാൻ കിച്ചൺ ടിപ്സ്, ബ്യൂട്ടി ടിപ്സ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അവരിക്കും ബൈ, അസ്സലാമു അലൈക്കും.